ഞാനൊരു ഫ്രെയിമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യുന്നത് എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചേട്ടനല്ല, ചേട്ടൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. ഈ ഗിഫ്റ്റ് അവിടെ എത്തിക്കുന്നത് ഞാനല്ല കേട്ടോ. ഇത് കാസർഗോഡാണ് ചേട്ടൻ. അപ്പം ബർത്ത്ഡേക്ക് എന്നെ വിളിച്ചായിരുന്നു. അപ്പം മോക്ക് ഇവിടെ കുറച്ച് പനിയും ജലദോഷവും സീനായിട്ടൊക്കെ ഇരിക്കുന്ന കാരണം ഞാൻ വരാൻ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് പോകാൻ അത്ര കോൺഫിഡൻസ് ഇല്ല കൊച്ചുമായിട്ട് അങ്ങോട്ടെ. അതുകൊണ്ട് അമ്മാമ്മയുടെ കൈ വെച്ച് ഇത് കൊടുത്തയക്കാൻ ഞാൻ കരുതി. ഞാൻ ഈ മേടിച്ചിരിക്കുന്നത് A4ന്റെ ഫ്രെയിമാണ്. അതിനുള്ളിൽ കാണുന്ന പിക്ചറും ഞാനാണ് കേട്ടോ ചെയ്തത്. ക്യാൻവ ആപ്പിനകത്താണ് ചെയ്തത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പ്രിന്റ് ലേസർ പ്രിന്റ് ആണ് കേട്ടോ. ഞാൻ A4ന്റെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കടയിലോട്ട് പോയത്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവർ പറഞ്ഞത് അവരുടെ കയ്യിലുള്ള ഷീറ്റ് കുറച്ച് വലുതാണെന്ന്. ഒരു ഷീറ്റിൽ 2 പിക്ക് വരുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നത് നല്ലൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് അമ്മാമ്മ വന്നിട്ട് പറഞ്ഞത് അമ്മാമ്മ കാസർഗോഡ് പോകുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ ഇവര് നാട്ടിലോട്ട് വരുമ്പം കൊടുക്കാന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ അമ്മാമ്മ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അമ്മാമ്മയുടെ കൈ വെച്ചിട്ട് കൊടുത്തയക്കാന്ന് കരുതിയിട്ട് അന്ന് തന്നെ പോയി മേടിച്ചതാണ് കേട്ടോ. ഈ ഫ്രെയിമും അന്ന് തന്നെ ഇരുന്ന് സെറ്റാക്കി എടുത്താണ് കേട്ടോ, പിക്കല്ല. പിന്നെ ഇതിന്റെ ഗ്ലാസും ഫ്രെയിമൊക്കെ ഞാൻ നല്ലതുപോലെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ്, വെറ്റ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് തുടച്ചെടുത്തിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ ടിഷ്യൂ തന്നെ വേണമെന്നില്ല. കോട്ടൺ തുണിച്ച് വെള്ളത്തിൽ മുക്കിയിട്ടൊക്കെ ചെയ്താലും മതി. ഞാൻ ടിഷ്യൂ ആണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇത് സ്റ്റോറിലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് നിൽക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണെങ്കിലും പൊടിയും ഡസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് കാണാൻ കുറച്ച് നീറ്റായിട്ടിരിക്കും നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുക്കുമ്പോഴേ. പിന്നെ ഞാൻ മേടിച്ചതിന് ബാക്കിൽ അത് കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ. തുറക്കാനും അടയ്ക്കാനൊക്കെ ഞാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ്. പെട്ടെന്ന് ഇളകിയൊന്നും പോകത്തൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ നന്നായിട്ട് സെലോ ടേപ്പൊക്കെ ഇട്ട് ഒടിച്ച് വൃത്തിയാക്കി വെക്കുകയാണ് ചെയ്തത്. എഞ്ചിന് മാവ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ വായും തുറന്നെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചത് അവളെ. നോക്കിയപ്പോൾ ഞങ്ങൾ മേളിലോട്ട് വന്നപ്പോഴത്തേനും കൊച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ പ്രിയ പോയി എടുത്തിട്ട് വന്നു കേട്ടോ അവളെ മുകളിലോട്ട്. അവൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രെയിം എല്ലാം ചെയ്തതിന് ശേഷം നന്നായിട്ട് ടിഷ്യൂ ഇട്ട് ഒന്നും കൂടെ തുടയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ.